ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി വിമാന കമ്പനികൾ. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള 40-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നാണ് വാർത്ത. നിരവധി യാത്രക്കാർ ഇതുമൂലം വലഞ്ഞു. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. എന്നാൽ ചില വിമാനങ്ങൾ സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക് ഇതെന്നാന്നല്ല കൃത്യമായിട്ട് പറയുന്നില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുന്നത് അത്രമാത്രം. ഇപ്പം രണ്ടാമത് വീണ്ടും പൊന്നി കഴിച്ച് അന്നേരം പറയുന്നത് അത് തന്നെ. ഇന്ന് രാത്രി വരെയുള്ള ക്യാൻസലാണെന്ന് പറയുന്നത്. എനിക്ക് മസ്കത്തിലേക്ക് അബുദാബിയിലേക്ക് ഇവിടെ എത്തിയാൽ അറിയുന്നത് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നില്ല എന്നുള്ള കാര്യം. അതുവരെ ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നിട്ട് കക്കടുന്ന് വരുന്ന കുറ്റിയാടി കക്കടുന്ന് വരുന്ന ഒരുപാട് വണ്ടിക്കെല്ലാം ഒരുപാട് പൈസ 2500 റുപ്യാണ്. നല്ല നഷ്ടം തന്നെയല്ലേ. അബുദാബി 28-ന് ടിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു റീസൺ കാരണം ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറയണത് ക്യാൻസൽ ചെയ്തത്. ഞാൻ മസ്കത്തിലേക്ക് ഇന്നലെ രാത്രിക്കലത്തെ ഫ്ലൈറ്റ് ആയിരുന്നു 11:30 മണി. ഇവിടെ വന്നതിനാണ് ശേഷം അറിയുന്നത്. ആ ഓൺ ടൈമിലാണെന്നുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഫ്ലൈറ്റ് നോക്കിയിട്ടുണ്ട്. റെഗുലറായിട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് ഒമാൻ എയറിൻ്റെ. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ടിക്കറ്റ് ക്യാൻസൽ. അത് അവർ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു മെസ്സേജ് പോലും അത് ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ വെളിയിലേക്ക് ഷെഡ്യൂൾ അവർ പറയണത് ഒരാഴ്ചക്കകം. ഇനി ഉറപ്പൊന്നുമില്ല. മറ്റ് ഫ്ലൈറ്റുകളൊന്നും വലിയ കുഴപ്പമില്ല. ഒമാൻ എയർ ഉണ്ട്. அதே சமயத்து நான் கத்தார் போயிட்டு அங்கேருந்து ஜெர்மனி போகணும். ஆனால் அங்கே உள்ளே இருக்கும்போது ஒரு 6 மணிக்கெலாம் கேன்சல் அப்படின்னு சொல்லி வெளியே எல்லாரையும் போக சொல்லிட்டாங்க വീട്ടിലേക്ക്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ തന്നെ താമസിക്കണം, അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അവിടെ തന്നെ ഞങ്ങൾക്ക് സേഫ് റൂംസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റെഡ് അലേർട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും ഞങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്യും. അപ്പം ഞങ്ങൾ തിരിച്ച് ഷെൽട്ടറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. എംബസി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജെറുസലേമിലാണ്. അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകൾ ഇല്ലായിരുന്നു. അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ആയാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്തിന് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല. വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇതിനിടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി 2 വിമാനങ്ങൾ കൂടി ഇസ്രയേലിൽ നിന്ന്, ഇറാനിൽ നിന്ന്, അതുപോലെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 2 വിമാനങ്ങൾ കൂടി ഇനി എത്താനുമുണ്ട്. ഇന്ന് രാവിലെ ഇസ്രയേലിൽ നിന്ന് ഡൽഹി എത്തിയ മലയാളി വിദ്യാർത്ഥി ശ്രീലക്ഷ്മി തുളസീധരൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ ആ ശ്രീലക്ഷ്മി തുളസീധരനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇനി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഈ ട്രിവാൻഡ്രം എയർപോർട്ടിലെ അവസ്ഥ എന്താണ്? പുതിയ സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഈ വാർത്ത സത്യസന്ധമാണോ? ഇസ്രയേൽ ഇറാൻ യുദ്ധം വ്യോമഗതാഗതത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 8 വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും ഷാർജയിലേക്കും അബുദാബിയിലേക്കും ദമാമിലേക്കും ദുബായിലേക്കും പോകേണ്ട 5 വിമാനങ്ങളാണ് എയർ ഇന്ത്യയുടേത് റദ്ദാക്കിയത്. ഇതിനു പുറമെ ഈ ദോഹയിലേക്ക് പോകേണ്ട ഖത്തർ എയർവേസും കുവൈറ്റിലേക്ക് പോകേണ്ട കുവൈറ്റ് എയർവേസും റദ്ദാക്കിയിട്ടുണ്ട്. ഷാർജയിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനവും റദ്ദാക്കി. അങ്ങനെ 8 സർവീസുകൾ റദ്ദാക്കിയതോടുകൂടി ഈ രാവിലെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ വലഞ്ഞു. കാരണം ഇവർക്ക് കൃത്യമായൊരു അറിയിപ്പ് ഈ വിമാനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല. വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഈ യാത്രക്കാർ ഈ സർവീസുകൾ ക്യാൻസൽ ചെയ്ത കാര്യം അറിഞ്ഞത്. അത് വലിയ ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതിൽ വലിയൊരു ശതമാനം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള യാത്രക്കാരുണ്ടായിരുന്നു. കന്യാകുമാരി, തിരുനെൽവേലി മേഖലയിൽ നിന്നുള്ള യാത്രക്കാരുൾപ്പെടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയ കാര്യം അറിയുന്നത്. അങ്ങനെ അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റദ്ദാക്കിയ വിമാനം ഇതിന് പകരമായി എപ്പോൾ ഇവർക്ക് യാത്ര പുറപ്പെടാമെന്ന കാര്യത്തിലും കൃത്യമായൊരു വിവരം അധികൃതർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർ നിലവിൽ ആശങ്കയിലാണ് ഉള്ളത്. ഒപ്പം നിലവിൽ അറിയിക്കുന്ന കാര്യം വളരെ വൈകാതെ തന്നെ ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന വിശദീകരണമാണ് ഈ എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന്. ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അമൽ സുരേന്ദ്രൻ കൂടി ചേരുന്നു. അമൽ, അവിടെ ഈ വ്യോമഗതാഗതം താറുമാറായി എന്നുള്ള പരാതി പരക്കെ വരുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരുപാട് സർവീസുകൾ റദ്ദാക്കിയോ അവിടെ നിന്ന്?
SKN നമ്മൾ തന്നെ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് 17 എയർലൈനുകളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സിയാൽ യാത്രക്കാർക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഈ പ്ലെയിനുകളുടെ ഒരു പട്ടിക പുറത്തുവിടുകയും ചെയ്തത്. ഏതായാലും ആ 17 പ്ലെയിനുകളുടെയും ഈ റദ്ദാക്കിയിരിക്കുന്നു, അതിൻ്റെ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ രാവിലെ തന്നെ കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു എയർ ഇന്ത്യയുടെ ഒരു പ്ലെയിനിൽ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം UAE പോകുവാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിനിൽ വരാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ബന്ധുക്കളുമായിട്ട്. പക്ഷേ ഇദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വിശദീകരണം എന്താണ്? അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എയർ ഇന്ത്യ 933 ഫ്ലൈറ്റിനാണ് പോകേണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ അവർ പറഞ്ഞത് ഫ്ലൈറ്റെല്ലാം ക്യാൻസൽ ചെയ്തു. ഇന്നത്തെയും നാളത്തെയും ഫ്ലൈറ്റിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മറ്റന്നാൾ അവർ ടിക്കറ്റ് തരാം, പക്ഷേ കൺഫർമേഷൻ ഇല്ല, പോവോ ഇല്ലെന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പോൾ എത്ര ദിവസം കൊണ്ട് താങ്കൾക്ക് അവിടെ തിരിച്ച് ജോയിൻ ചെയ്യണം? എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ 2 ദിവസത്തെ ലീവിന് കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് പുതുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസത്തെ ലീവിനാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ കൺഫേം ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എയർ ഇന്ത്യ ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത്, അവർ നല്ല സഹകരണമായിരുന്നു, പക്ഷേ അവർ പറഞ്ഞത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, പക്ഷേ 2 ദിവസം ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം. ഇദ്ദേഹത്തിനെ പോലെ തന്നെ സമാനമായിട്ടുള്ളൊരു അവസ്ഥകളുമായിട്ട് തമിഴ്നാട് സ്വദേശികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ തേങ്ങാപ്പട്ടണത്ത് വന്ന ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഇവിടെ നിന്നും നേരെ ബഹ്റിനിലേക്ക് പോകാനായിരുന്നു. ബഹ്റിനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ ഇൻഡിഗോ വിമാനം നേരെ മസ്കറ്റിൽ ലാൻഡ് ചെയ്യുകയും പക്ഷേ അവിടെ യാത്രക്കാരെ ഇറക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിനാൽ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ യാത്രക്കാർ വലിയൊരു ദുരിതമാണ് വിവിധങ്ങളായിട്ടുള്ള വിമാനത്താവളങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. SKN. താങ്ക് യു. ഇനി കണ്ണൂർ എയർപോർട്ടിൽ 6 വിമാനങ്ങൾ റദ്ദാക്കിയെന്നായിരുന്നു ആദ്യം ലഭിച്ച സൂചന. അരുൺ പൂപ്പറമ്പ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ചേരുകയാണ്. അരുൺ, അവിടെ നിന്നുള്ള വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? SKN 12 സർവീസുകളെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്കും വരുന്ന 12 സർവീസുകളെയാണ് നിലവിൽ ബാധിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു സർവീസ് മാത്രം റീഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പുറപ്പെടുന്ന ദോഹയിലേക്കുള്ള ഇൻഡിഗോ സർവീസാണ് നിലവിൽ റീഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മറ്റ് സർവീസുകളുടെ കാര്യത്തിൽ ഇതുവരെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല, വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് അബുദാബിയിലേക്കുൾപ്പെടെ മസ്കറ്റിലേക്കുൾപ്പെടെ പോകേണ്ട യാത്രക്കാർ അവിടെ രാവിലെ വിമാനത്താവളത്തിലെത്തി. അവിടെ എത്തിയതിന് ശേഷമാണ് വിമാനം ക്യാൻസൽ ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരം അവർക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ ഈ സന്ദേശം അയച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു എന്നതാണ് എയർലൈൻ ഓഫീസിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവരുടെ ഫോണിൽ അത് ലഭിച്ചിട്ടില്ല, അത്തരത്തിൽ കൃത്യമായ വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നവർ പരാതിയായി പറയുകയും ചെയ്തിരുന്നു. പലരും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല കോഴിക്കോട് അതോടൊപ്പം തന്നെ മംഗളൂരു ഉൾപ്പെടെ ഉള്ള യാത്രക്കാർ കണ്ണൂർ വിമാനത്താവളം പ്രത്യേകിച്ച് അബുദാബി സർവീസിനൊക്കെ ആശ്രയിക്കുന്നതിന് വേണ്ടി യാത്രക്കാർ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു. എയർലൈൻസ് ആ കാര്യത്തിൽ കൃത്യമായ ഒരു ശ്രദ്ധ പുലർത്തണം എന്നതാണ് അവർ പറയുന്നത്. മറ്റ് ലഭിക്കുന്ന വിവരങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 6 സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കി എന്ന വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അത് റീഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യോമ